ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വളരെയേറെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അത് ഈയിടെ ദിവംഗതനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തു ഇന്നത്തെ പ്രഭാഷണത്തിന്? അദ്ദേഹവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ കാരണം. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ആധ്യാത്മിക മേഖലയിൽ പരിശീലിപ്പിച്ച ഒരു ചേട്ടനായതുകൊണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. കുഴിക്കാട്ടുശ്ശേരി സെൻറ്റ് മേരീസ് LP സ്കൂളിൽ 4ാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളൂ. എൻ്റെ സീനിയറാണ് അദ്ദേഹം, 4 കൊല്ലം സീനിയർ. 4ാം ക്ലാസ് കഴിഞ്ഞാൽ രണ്ടുപേരും പഠിച്ചത് റൂറൽ ഹൈസ്കൂൾ തുമ്പൂർ. അവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അകലെയുള്ളൊരു സ്കൂളാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം അദ്ദേഹം 10ാം ക്ലാസ് കഴിയുന്നത് വരെ ഒരേ സ്കൂളുകളിൽ ആണ് പഠിച്ചത്. അദ്ദേഹം വിധേയത്തിൽ പിതാവിൻ്റെ ഓൾട്ടർ ബോയ് ആയിരുന്നു. വിധേയത്തിൽ പിതാവ് വിശുദ്ധ പദവിയിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓൾട്ടർ ബോയ് ആയിരുന്നു. അദ്ദേഹത്തിന് തൊട്ട് പിന്നാലെ ഞാനും ഒരു ഓൾട്ടർ ബോയ് ആയി ചേർന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എനിക്ക് പരിശീലനം കിട്ടിയത്. 4ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് പോയെങ്കിലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് അവിടെ വരും. അപ്പം ഞാനും ആ പള്ളിയിൽ രാവിലെ എത്തുന്ന ആളാണ്. എല്ലാ ദിവസവും തക്സ എടുക്കാനായിട്ട് പ്രായമായ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ കുർബാനയ്ക്ക് കൂടിയിരുന്നു. കുർബാനയ്ക്ക് കൂടുക എന്നാണെന്ന് പറയാം. ഓൾട്ടർ ബോയ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ സുറിയാനിയിലാണ് കുർബാന. ഇപ്പോൾ കുർബാനയ്ക്ക് ഇവിടെ സഹായിയും സുറിയാനിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. അതിന് വേണ്ട പരിശീലനമൊക്കെ രണ്ടുപേർക്കും ഒരേ സിസ്റ്ററിൽ നിന്നാണ് കിട്ടിയത്. സിസ്റ്റർ ബെങ്ക്രാസിയ എന്ന് പറയും. എല്ലാ കുട്ടികളെയും കുർബാനയ്ക്ക് കൂടാനായിട്ട് സഹായിച്ചിരുന്ന ഒരു സിസ്റ്റർ. അവിടെ ആ സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ സൊഡാലിറ്റിയിലൊക്കെ പങ്കെടുത്തത്. പച്ചപ്പീത്തയും നീലപ്പീത്തയും ഒക്കെ ആയിട്ട് ഒരേ സ്കൂളിൽ സൊഡാലിറ്റിയുടെ അംഗങ്ങളായിരുന്നു. കുറച്ച് പ്രായമായപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഞായറാഴ്ചകളിൽ താല്പര്യമെടുക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെയാണ്. ഞങ്ങളവിടെ മിഷൻ ലീഗ്, സൊഡാലിറ്റി മുതലായ പ്രസ്ഥാനങ്ങളിൽ ഞായറാഴ്ചകളിൽ അവിടെ പങ്കെടുത്തിരുന്നു. അതിനൊക്കെ നേതൃത്വം തന്നിട്ടുള്ളത് ജെയിംസ് പിതാവാണ്. അന്ന് ചാക്കോച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ ചാക്കോച്ചൻ ചേട്ടൻ എന്ന് വിളിക്കും. പുത്തഞ്ചിറ ഫൊറോന പള്ളിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാനൊരു 2 കിലോമീറ്റർ കൂടി നടന്നാലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുക. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഒരുമിച്ച് ഞായറാഴ്ചകളിൽ ഒരുമിച്ച് പോയിരുന്നത് ഓർക്കുകയാണ്. ഇപ്പോൾ വഴിയിൽ വെച്ചൊക്കെ നല്ല കഥകളും
അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ പറയും. അതെല്ലാം ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുഴിക്കാശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ ഒരു തിരുഹൃദയത്തിൻ്റെ സ്തംഭം പണിതത്. ജോസഫ് വിധേയത്തിൽ അച്ഛൻ ഒരു വലിയ തിരുഹൃദയ ഭക്തനായിരുന്നു. അങ്ങനെയാണ് ആ സ്തംഭം അവിടെ ഉയർന്നു വന്നത്. ഞങ്ങളവിടെ ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും ആ സ്തംഭത്തിൻ്റെ മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ശരണമെല്ലാം ഞാൻ അങ്ങിൽ വയ്ക്കുന്നു. ഇത് അവിടെ എല്ലാവരും, ആ സ്കൂളിൽ പഠിച്ചു പോയ എല്ലാവർക്കും കിട്ടും ആ പ്രാർത്ഥന. ജെയിംസ് പിതാവ് അവസാനം വരെയും ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അദ്ദേഹം തിരുഹൃദയത്തിൻ്റെ ഒരു പ്രാർത്ഥന തന്നെ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പോസ്റ്റ് കാർഡിൻ്റെ വലുപ്പത്തിൽ ഉള്ള ഒരു പ്രാർത്ഥന, തിരുഹൃദയത്തോടുള്ളൊരു പ്രാർത്ഥന. അത് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന അതിശക്തമാണെന്ന്. എനിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു വൈദിക വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ റീജൻസി കാലഘട്ടത്തിൽ എന്തോ പ്രശ്നമുണ്ടായി സെമിനാരിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഞാൻ ഇതറിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു, ഒരു 100 ദിവസം ഇത് ചൊല്ലൂ, അപ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാവും. അദ്ദേഹം തുടർച്ചയായി അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ആ കൊല്ലത്തിൻ്റെ അവസാനത്തിൽ പിതാവ് അദ്ദേഹത്തെ വിളിച്ച് വീണ്ടും സെമിനാരിയിലേക്ക് പഠനം തുടരാനായിട്ട് അനുവദിച്ചു. അദ്ദേഹത്തിന് അറിയില്ല ഈ പ്രാർത്ഥന അദ്ദേഹം ചൊല്ലിയിരുന്നു എന്ന്. പിന്നീടൊരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറയേണ്ടായി, ആ വൈദിക വിദ്യാർത്ഥി ഈ പ്രാർത്ഥന എന്നും ചൊല്ലുന്നുണ്ടായിരുന്നു, അത് ശക്തമാണ് എന്ന് പിതാവ് പറയാറുണ്ടല്ലോ, അതെനിക്കും കൂടി ബോധ്യപ്പെട്ടു എന്ന്. സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ ഒരു അനുഭവം കൂടിയും ഓർക്കുകയാണ്. ഞങ്ങളുടെ സിസ്റ്റർ മേരി ശലോം 4ാം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ച സിസ്റ്ററാണ്. ആ സിസ്റ്ററാണ് ഇങ്ങനെ ഒരു എല്ലാതും എഴുതുമ്പോൾ AMDG എന്ന് എഴുതുക, പരീക്ഷ പേപ്പറിൽ മുകളിൽ എഴുതണം AMDG. അന്ന് അതിൻ്റെ അർത്ഥമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പിതാവ് അത് വളരെ വ്യക്തമായിട്ട് എന്നും എഴുതാറുണ്ടായിരുന്നു. അവസാന കാലഘട്ടം വരെയും അത് AMDG എന്ന് എഴുതുമായിരുന്നു. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, AMDG എന്ന് പറഞ്ഞാൽ ഫോർ ദി ബെറ്റർ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ് എൻ്റെ അർത്ഥം. ആഡ് മയോരം ദിയെ ഗ്ലോറിയ, ഗ്ലോറിയ ഗ്ലോറി. മയോരം എന്ന് പറഞ്ഞാൽ ബെറ്റർ, ആഡ് ആഡ് എന്ന് പറഞ്ഞാൽ ഫോർ ദി ബെറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. ദിയെ മീൻസ് AMDG, ദിയെ ദൈവത്തിൻ്റെ ബെറ്റർ ഗ്ലോറി, അതിനു വേണ്ടി ആണ് ആ എഴുത്തെഴുതുന്നത്. എന്ത് ചെയ്യുന്നതും അതിനു വേണ്ടിയാണ് എന്നുള്ള ആ ഒരു സങ്കല്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ എഴുത്തുകളിലൊന്നും AMDG എന്ന് എഴുതാറില്ലെങ്കിലും ഞാൻ എപ്പോഴും വീടുകൾ കെട്ടിടങ്ങൾ ഹോസ്റ്റലുകളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ശിലയുടെ താഴെ ഒരു പാത്രത്തിൽ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കും, റിലീജിയസ് ആർട്ടിക്കിൾസ് അതെല്ലാം വെച്ച് ആണ്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ടൈപ്പ് ചെയ്ത ഒരു കടലാസും വയ്ക്കും.
for the glory of God through the benefit of mankind. For the glory of God through the benefit of mankind. ദൈവത്തിൻ്റെ മഹത്വം. ദൈവം എപ്പോഴാണ് മഹത്വപ്പെടുക? ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യർക്ക് നന്മ വരുമ്പോൾ. എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നു, അതും മനുഷ്യൻ്റെ നന്മയിലൂടെ. മനുഷ്യന് നന്മ വരുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. ഈ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ അപ്പൻ മഹത്വപ്പെടില്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് നന്മ വരുമ്പോൾ മനുഷ്യരുടെ എല്ലാം പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകും. തിരുഹൃദയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, എല്ലാ ദിവസവും അദ്ദേഹം ഒരു പൂ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ വയ്ക്കും. അത് ഞാനും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, പൂവ് കിട്ടിയില്ലെങ്കിൽ ഒരു ഇലയെങ്കിലും വെക്കണമെന്ന്. ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കൊച്ചുമക്കളെയൊക്കെ അങ്ങനെ വളർത്തിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ അവർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് പൂക്കൾ വയ്ക്കുക. രാവിലെ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ അവരൊക്കെ ഉണർന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു പൂവ് വയ്ക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് അവർ പ്രായമായി രൂപത്തിൻ്റെ അവിടേക്ക് കയ്യെത്തുന്ന സമയമായപ്പോൾ അവരെ കൊണ്ട് വെപ്പിച്ചു തുടങ്ങി. ഇതൊക്കെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കിട്ടുന്ന ട്രെയിനിങ്ങാണ്. ആ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ഫലമായിട്ട് എൻ്റെ എല്ലാ മുറികളിലും, എല്ലാ ഹോസ്റ്റലുകളിലും, എല്ലാ മുറികളിലും, ഓഫീസിലുമൊക്കെ തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലുമുണ്ട് അത്. തിരുഹൃദയത്തിൻ്റെ രൂപം, തിരുഹൃദയത്തോടുള്ള ആ ഭക്തി വളർന്നത് സ്കൂളിൽ നിന്നാണ്, തുടങ്ങിയത് സ്കൂളിൽ നിന്നാണ്, വളർന്നത് ജെയിംസ് പിതാവിലൂടെയും കൂടിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ആധ്യാത്മികമായി എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന്. മുമ്പ് ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊരു മണിക്കൂർ ഇൻ്റർവെല്ലുണ്ട് ഉച്ചയ്ക്ക്. ഊണ് കഴിക്കാൻ അത്ര നേരം വേണ്ട. ചോറ് നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കൊണ്ടുപോകും. അത് ഊണ് കഴിച്ച് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം വേണ്ടു. ബാക്കി സമയമുണ്ട്. പല കുട്ടികളും ഊട്ടിക്കളിക്കുക, കോട്ട കളിക്കുക എന്നൊക്കെ പറയും. അന്നത്തെ കളികളിൽ ഒന്നാണ് കോട്ട കളിക്കുക. കുറേ പേര് ഇവിടെ ഭാഗത്ത് നിൽക്കുക, ഒരു ഭാഗം ഇവിടെ നിന്ന് ഓടി ചെല്ലുക, അതിനിടയ്ക്ക് തൊടണം, തൊട്ടാൽ അയാൾ ചത്ത് നിൽക്കുക എന്നൊക്കെ പറയും. അപ്പോൾ കോട്ട കളിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് അദ്ദേഹം തൊട്ടടുത്തുള്ള പള്ളിയിൽ കൊണ്ടുപോകും. വഴിക്കിലി മടന്നാണ് പറയുക. അതും ഹോളി ഫാമിലി കോൺവെൻറ്റ് തന്നെയാണ്. അവിടെ എല്ലാ ദിവസവും ഞങ്ങൾ പോയി വിസീത്ത കഴിക്കുക എന്ന് പറയും. വിസീത്ത എന്നുള്ള വാക്കൊന്നും ഇപ്പം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. വിസിറ്റ് എന്നുള്ള വാക്കിൽ നിന്ന് സന്ദർശിക്കുക, യേശുവിനെ സന്ദർശിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എല്ലാ ദിവസവും ഒക്ടോബർ മാസത്തിൽ ഞങ്ങളവിടെ ചെന്നാൽ ഒരു ജപമാല ചൊല്ലും ഉച്ചയ്ക്ക്. അതുപോലെ നോൻപിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു കുരിശിൻ്റെ വഴി കഴിക്കും. ഇതിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹമാണ്. ഞാൻ സ്കൂളിൽ ചെന്ന് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്കൂളിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ താഴെയുള്ളവരെ ഞങ്ങൾ പരിശീലിപ്പിച്ചു വന്നു. സ്കൂളിലൊക്കെ നല്ല വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ നയിക്കും. ഇത് വലിയൊരു സത്യമാണ്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആളാണ്. നമ്മൾ തുമ്പൂർ സ്കൂളിൽ
തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ഏകദേശം ഒരു 70 വർഷത്തിലധികമായി. തുടങ്ങിയ കാലം മുതൽ ആ സ്കൂളിലെ ടോപ്പേഴ്സിൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊല്ലത്തിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് എഴുതിയിട്ടിരിക്കുന്നത്. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് സെമിനാരിയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹത്തെ കാൻഡി സെമിനാരിയിലേക്കും അതുപോലെ പൂനെ സെമിനാരിയിലേക്കുമൊക്കെ അയച്ച് പഠിപ്പിച്ചു. അദ്ദേഹം കുർബാന ചൊല്ലി വന്നത് ബോംബെയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ കുർബാന അർപ്പിക്കുന്നത്. അതിനുശേഷം കുഴിക്കാട്ടുശ്ശേരി അന്ന് ഈ ആദ്യ കുർബാനയൊന്നും ഇത്രയും ആർഭാടമുള്ളതല്ല, വളരെ ലഘുവായ രീതിയിലാണ്. ആദ്യത്തെ കുർബാന അർപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. കുഴിക്കാട്ടുശ്ശേരി പള്ളിയിൽ, ഹോളി ഫാമിലി കോൺവെൻറ്റിൻ്റെ പള്ളിയിൽ അന്ന് 3 ആൾത്താരുണ്ട്. മെയിൻ ആൾത്താർ, ചെറിയൊരു ആൾത്താര ഇടത് ഭാഗത്തും ചെറിയൊരു ആൾത്താര വലത്ത് ഭാഗത്തും. അല്ല, ഇടത് ഭാഗത്തുള്ള അവിടെയാണ് കുർബാന അർപ്പിച്ചത്. കാരണം അന്ന് 40 മണിക്കൂർ ആരാധനയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് അവിടെ ഞാൻ കുർബാനയ്ക്ക് കൂടിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയാണ്, എന്നാലും ഞാൻ അതിന് വന്നു. അത് കുർബാനയ്ക്ക് കൂടിയതൊക്കെ ഓർക്കുന്നുണ്ട്. വളരെ കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിങ് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം സെൻറ് തോമസ് കോളേജിൽ ചേർന്നു. അപ്പോൾ ഞാൻ അവിടെ അധ്യാപകനാണ്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലാസ്സിലിരിക്കുകയാണ്. ഫിസിക്സ് BSc ചേർന്നു. അദ്ദേഹം BSc ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഫിസിക്സിൽ ചേർന്നാൽ ഒരു പ്രൊഫസറാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ ഒരു അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. അധ്യാപകനായതിന് ശേഷമാണ് പഠിക്കാൻ പോയത്. അദ്ദേഹം റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ വരും, തിരിച്ചു വരും. അപ്പോൾ അദ്ദേഹമാവും പ്രൊഫസറാകുക. അച്ഛന് ഒരു പ്രൊഫസറാകേണ്ടതുണ്ട്. കാരണം എൻ്റെയൊക്കെ മനസ്സിൽ അന്ന് ഫിസിക്സിൽ അന്നൊരു പ്രൊഫസറുണ്ട്, മാത്സിലൊരു പ്രൊഫസറുണ്ട്, അവിടെയൊക്കെ അച്ഛന്മാരുണ്ട് പ്രൊഫസർമാരായിട്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രൊഫസറായി വരണമെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ട്. ഞാനങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേരൂ, അവിടെ BAക്ക് ചേരൂ. ഉടനെ തന്നെ അദ്ദേഹം അത് ചാടി പിടിക്കുകയൊന്നും അല്ല ചെയ്തത്. അത് അധികാരികൾ പറയുന്നതല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അധികാരികളോട് പറഞ്ഞു അത് ഞാൻ പറയില്ല, തോമസിന് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പറയില്ല. അതൊക്കെ എനിക്ക് വളരെയേറെ എന്നെ ആകർഷിച്ച കാര്യമാണ്. ഒരു ചാൻസ് കണ്ടപ്പോൾ ചാടി പിടിക്കുക, അതല്ല അദ്ദേഹം ചെയ്തത്. നിയമത്തിന് വിധേയമായിട്ട്, അധികാരത്തിന് വിധേയമായിട്ട് ജീവിക്കുക. തന്നെ ദൈവം വേണ്ടതുപോലെ ഉയർത്തുമെന്ന് തമ്പുരാൻ അറിയാം. എനിക്ക് പിന്നീട് മനസ്സിലായ ഒരു കാര്യം 1 Peter 5:6 അതിലൊരു തിരുവചനമുണ്ട്. അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമാണ്. അദ്ദേഹം താഴ്മയോടെ നിന്നു എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമാണ്. അതിന് ഒരു ഉദാഹരണവും കൂടിയും എനിക്ക് തോന്നിയത് ഇതാണ്. അദ്ദേഹത്തിനെ ഹോസ്റ്റൽ വാർഡനാക്കി. അപ്പം അതിനു മുമ്പ് ഞാൻ 1 കൊല്ലം ഹോസ്റ്റൽ വാർഡൻ, അസിസ്റ്റൻ്റ് വാർഡനായിട്ട് ഇരുന്നിട്ടുണ്ട്, ഒരു അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട്. ഇന്നത്തെ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ ജ്യേഷ്ഠൻ ഒരു ജോസ് ചിറ്റിലപ്പള്ളി അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം ഹോസ്റ്റൽ വാർഡൻ, ഞാൻ സഹായിക്കുന്ന വാർഡനായിട്ട്, അസിസ്റ്റൻ്റ് വാർഡനായിട്ട്. അപ്പോൾ എനിക്കറിയാം ഒരു ഹോസ്റ്റൽ വാർഡനായിട്ട് ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയാം. വളരെയേറെ ശ്രമകരമാണ് ഹോസ്റ്റലിൽ വാർഡനാകുക എന്നുള്ളത്. അങ്ങനെ ഇദ്ദേഹത്തിന് ആ ജോലി ഏൽപ്പിച്ചു അദ്ദേഹത്തെ. അങ്ങനെ അദ്ദേഹം അത് 10 കൊല്ലം വളരെ സുസ്ഥിരമായി ചെയ്തു. 10 കൊല്ലം ഒരു പ്രശ്നങ്ങളും ആ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടില്ല ഈ 10 കൊല്ലം കാലഘട്ടത്തിൽ. അങ്ങനെ അദ്ദേഹം അതോടൊപ്പം തന്നെ സെൻറ് തോമസ് കോളേജിൽ
അധ്യാപകനാവുകയും ചെയ്തു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനാവുകയും ചെയ്തു. ഈ 10 കൊല്ലക്കാലം അദ്ദേഹം ആ കുട്ടികളോട് വളരെ സ്നേഹമായിട്ട് അവരുടെയൊക്കെ ഒരു കൂട്ടുകാരനെ പോലെ പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് ബാസ്ക്കറ്റ് കളിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കൂടെ എല്ലാ ദിവസവും ബാസ്ക്കറ്റ് കളിക്കും. അതൊക്കെ ആ കുട്ടികളുമായിട്ടുള്ള അടുപ്പത്തിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയും അതുപോലെ തന്നെയാണ്. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിൽ നല്ല നല്ല വ്യക്തികളായി ആ ഹോസ്റ്റലിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു ഹോസ്റ്റൽ വാർഡന് ഈ കുഞ്ഞുങ്ങളുടെ മേലെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ 10 കൊല്ലങ്ങൾക്ക് ശേഷം മെത്രാനായി തിരഞ്ഞെടുത്തത്. മെത്രാനായി തിരഞ്ഞെടുത്ത് അദ്ദേഹം അരമനയിൽ പോയി ഒഫീഷ്യൽ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിലെത്തി. ഉടനെ തന്നെ എന്നെ വിളിപ്പിച്ചു. ഞാനൊരു 5-10 വീട് അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, ഒരു ഫോട്ടോ എടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് 10 കൊല്ലം കഠിനമായി അധ്വാനിച്ചതിൻ്റെ ഫലമാണ്, ദൈവം തന്ന ഗിഫ്റ്റാണ് എന്ന്. എനിക്ക് വളരെയേറെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അർത്ഥവത്താവുകയും കൂടി ചെയ്യായിരുന്നു അതിതാണ്, ഗ്ലോറി കംസ് ത്രൂ സഫറിങ് ആൻഡ് സഫറിങ് ഓൺലി. ഗ്ലോറി കംസ് ത്രൂ സഫറിങ് ആൻഡ് സഫറിങ് ഓൺലി. ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹം. നല്ല ഒരു ഹോസ്റ്റൽ വാർഡനായി ഇരുന്നപ്പോൾ അതിൻ്റെ സമ്മാനം കിട്ടി എന്നുള്ളതാണ്. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു, സെൻറ് തോമസ് കോളേജ് തൃശ്ശൂർ. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ ജൂബിലി വന്നപ്പോൾ ഞങ്ങൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എൻജിനീയറിങ്ങിന്, മെഡിസിന്, നഴ്സിങ്ങിന്, അഗ്രികൾച്ചർ ഇങ്ങനെയുള്ളതിനൊക്കെ പഠിപ്പിക്കുക, സ്കോളർഷിപ്പ് കൊടുക്കുക. അതുപോലെ പ്രൊഫഷണൽ കോഴ്സിന് സ്കോളർഷിപ്പ് പഠിക്കാനായിട്ട് പ്രീ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ അദ്ദേഹം അർഹതയുള്ള ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. ഒരു വർഷം ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം ഉറുപ്പിക സ്കോളർഷിപ്പ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് മീറ്റിംഗ് കൂടുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സിസ്റ്റർ വിശുദ്ധയാകുന്നു, മറിയം ത്രേസ്യ, ഒരു അച്ഛൻ വിശുദ്ധനാകുന്നു, വിധേയത്തിൽ പിതാവ്. ഞങ്ങളന്ന് പിതാവ് എന്നാണ് വിളിക്കാറ്, ബിഷപ്പൊന്നും അല്ലെങ്കിലും. ഇനി ഒരു മെത്രാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്ന്. ഈ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ പ്രയറോ അല്ലെങ്കിൽ ഒരു കൊന്തയോ ഒരു വെന്തിങ്ങയോ അങ്ങനെ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഞങ്ങൾക്ക് തരും. എല്ലാവർക്കും 10 പേരോളം ഉണ്ട് ആ ഇതിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം കണ്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഒരു വിശുദ്ധനാകും എന്ന്. അങ്ങനെ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചൊന്നുമില്ല. അദ്ദേഹം പതുക്കെ ഒന്ന് കീഴ്പോട്ട് നോക്കിയിരുന്ന് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം സ്വർഗരാജ്യത്തിൽ ഇന്ന് എഴുന്നള്ളിയിരിക്കുന്നു എന്ന്. ഇത് ഞാൻ മാത്രമല്ല വിചാരിക്കുന്നത്, ഒരുപാട് പേരുണ്ട്. ഈയിടെ എൻ്റെ ഇടവകയിലെ അച്ഛനെ കാണാനായിട്ട് ഞാൻ പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരച്ഛൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ വേറൊരു അച്ഛൻ ബിഷപ്പായി എന്ന്. അവിടെ ഒരു അച്ഛൻ ആ ഇടവകയിൽ നിന്ന് തന്നെ, ചർപ്പണത്തച്ഛൻ, ബിഷപ്പായി അവരോധിക്കപ്പെട്ടത് ആ ആഴ്ചയിലാണ്. അപ്പം ഞാൻ മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത്, ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വിശുദ്ധനാകട്ടെ എന്നും അദ്ദേഹത്തിലൂടെ ഒരുപാട് പേര് ആധ്യാത്മികതയിലേക്ക് കടന്നു വരട്ടെ എന്നും ആധ്യാത്മികതയിൽ നിലനിൽക്കാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.